മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധനയ്ക്ക് അനുമതി നൽകി. മുല്ലപ്പെരിയാർ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പരിശോധിക്കേണ്ടതില്ല എന്ന തമിഴ്നാടിന്റെ വാദം തള്ളുകയും ചെയ്തിരിക്കുന്നു. 12 മാസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. 2011 ശേഷം ഇതാദ്യമായിട്ടാണ് കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കപ്പെടുന്നത്. ശ്രീത്തുണ്ട് ഈ വലിയ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശ്രീത്ത്, ഇപ്പോൾ കേന്ദ്ര ജല കമ്മീഷൻ സംസ്ഥാനത്തിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. മുല്ലപ്പെരിയാറിൽ സുരക്ഷാ പരിശോധനയാകാം. എന്താണ് ഇപ്പോൾ കേന്ദ്ര ജല കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്? മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച് വലിയ തോതിലുള്ള ആശങ്കയാണ് സമീപകാലത്ത് ഉയർന്നത്. പ്രത്യേകിച്ചും ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാറും കേരളത്തിനൊരു ഭീഷണിയാണ് എന്ന മട്ടിലുള്ള വളരെ പ്രചാരണം, അതൊരുപക്ഷെ തെറ്റായ പ്രചരണമാകാം, ആളുകളിൽ ആശങ്ക വിതയ്ക്കുന്ന ഒരു പ്രചാരണം നടന്നു വന്നത്. ഇതിനിടയിൽ ആശ്വാസമാകുന്ന കേരളത്തിന് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു വാർത്തയാണിപ്പോൾ കേന്ദ്ര ജല കമ്മീഷനിൽ നിന്ന് വന്നിരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധനയ്ക്ക് കേന്ദ്ര ജല കമ്മീഷൻ അനുമതി നൽകിയിരിക്കുന്നു. അതായത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ നിലവിലുള്ള സ്ഥിതി പരിശോധിച്ച് അതിന് സുരക്ഷ മെച്ചപ്പെട്ടതാണോ, അല്ലെങ്കിൽ സുരക്ഷാപരമായ എന്തെങ്കിലും കുഴപ്പങ്ങൾ അവിടെ ഉണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള പരിഹാര നടപടികൾ വേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഒരു പരിശോധന നടത്താൻ കഴിയുന്ന തരത്തിൽ കേരളത്തിന് ഏറ്റവും അനുകൂലമായ ഒരു തീരുമാനം കേന്ദ്ര ജല കമ്മീഷനിൽ നിന്ന് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പരിശോധിക്കേണ്ടതില്ല, മുല്ലപ്പെരിയാറിൻ്റെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിക്കേണ്ട ആവശ്യമില്ല എന്നാണ് തമിഴ്നാടിൻ്റെ വാദം. ഈ വാദം തള്ളിക്കൊണ്ടാണ് കേന്ദ്ര ജല കമ്മീഷൻ സുരക്ഷാ പരിശോധനയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നത്. ഒരു വർഷം കൊണ്ട് 12 മാസം കൊണ്ട് പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാനാണ് കേന്ദ്ര ജല കമ്മീഷൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. 2011 ശേഷം കേരളത്തിൻ്റെ ഈ ആവശ്യം അംഗീകരിക്കുന്ന ഇതാദ്യമാണ്. ഏതാണ്ട് 13 കൊല്ലത്തിന് ശേഷമാണ് കേരളത്തിൻ്റെ ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷ പരിശോധിക്കണം എന്ന കേരളത്തിൻ്റെ ആവശ്യം കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിക്കുന്നതെന്ന പ്രത്യേകത കൂടി ഈ തീരുമാനത്തിലുണ്ട്. ശ്രീത്, ഇപ്പോൾ ഈ വയനാട് ദുരന്തത്തിന് ശേഷമാണ് മുല്ലപ്പെരിയാറിന്റെ സുരക്ഷ സംബന്ധിച്ച ആശങ്ക വീണ്ടും ഉയരുകയും അതിന്മേൽ ചർച്ചയുണ്ടാകുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ തമിഴ്നാടുമായി കേരളം നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുമ്പോഴും മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് മറ്റൊരു നിഷേധാത്മക നിലപാട് തുടരുകയായിരുന്നു. ഇതിപ്പോൾ ഈ വയനാട് ദുരന്തത്തിന് ശേഷം കേരളം വീണ്ടും ഈ ആവശ്യം മുന്നോട്ട് വച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണോ ജല കമ്മീഷന്റെ ഒരു പുതിയ നിലപാട്, അതോ നേരത്തെയുള്ള ആവശ്യം ഇപ്പോൾ അംഗീകരിച്ചു എന്നാണോ? സ്മൃതി, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ശേഷം കേരളം സ്വീകരിച്ച സമീപനമല്ല. നേരത്തെ തന്നെ മുല്ലപ്പെരിയാറിലെ അണക്കെട്ടിലെ ജലവിധാനവുമായി ബന്ധപ്പെട്ട ആ ജല കമ്മീഷനിലെ വാദങ്ങൾക്കിടയിൽ തന്നെ ഈ ഡാമിൻ്റെ സുരക്ഷ പരിശോധിക്കണമെന്ന ആവശ്യം കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി കേരളം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഈ ആവശ്യത്തിൻ്റെ കാര്യത്തിലുള്ള തുടർന്ന് വന്ന ഡിസ്കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ജല കമ്മീഷനിൽ നിന്ന് വന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷേ തീരുമാനത്തെ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം സ്വാധീനിച്ചിട്ടുണ്ടാകാം. കാരണം അടിക്കടി പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ട് കേരളത്തിൽ വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് അത്തരത്തിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ, ജനങ്ങളുടെ ഒരു സുരക്ഷിത ബോധം വളർത്താൻ ഇത്തരം പരിശോധനകൾ ആവശ്യമാണ് എന്ന് ഒരുപക്ഷെ ജല കമ്മീഷൻ കൂടി ബോധ്യം വന്നിട്ടുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൻ്റെ ആവശ്യം 13 വർഷത്തിന് ശേഷം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം വരുന്നത്. നേരത്തെ 2011 ഇതിനു മുമ്പ് ഇത്തരമൊരു അനുമതി ഉണ്ടായത്. ഇപ്പോൾ 2024 വീണ്ടും ഈ ഡാമിൻ്റെ സുരക്ഷ പരിശോധിക്കാനുള്ള അനുമതി നൽകിയിരിക്കുന്നു എന്നതാണ് കാര്യം. കേരളത്തിൻ്റെ തമിഴ്നാടുമായി നല്ല ബന്ധത്തിലാണ് കേരള സർക്കാർ. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിൻ്റെ ആവശ്യത്തിൽ നിന്നും സർക്കാർ പുറകോട്ട് പോകുന്നില്ല. എന്നാൽ തമിഴ്നാടിന് വെള്ളം വിട്ടുകൊടുക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. ആ ഒരു ഉടമ്പടിയിൽ നിന്ന് കേരളം പിന്മാറുന്ന പ്രശ്നമില്ല എന്നാണ് സംസ്ഥാന ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിനും സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനും ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ജനങ്ങളുടെ സുരക്ഷയെ കരുതി മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണം എന്ന് തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ നിലപാട്. ശരി, ശ്രീത്താണ് വലിയ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നീണ്ട 13 വർഷങ്ങൾക്കിപ്പുറമാണ് കേരളത്തിന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര ജല കമ്മീഷൻ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമിൽ സുരക്ഷാ പരിശോധനയാകാം, അത് 1 വർഷമെടുത്ത പരിശോധന പൂർത്തിയാക്കണമെന്നുള്ളതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തമിഴ്നാട് സുരക്ഷാ പരിശോധന വേണ്ട എന്ന നിലപാടായിരുന്നു. ആ നിലപാടിനാണിപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഈ വാർത്തയിൽ വളരെ പെട്ടെന്ന് തന്നെ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു.